പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തൊരു ചൂടാണ്. ഗൾഫിൽ നിന്ന് വരുന്നവർ പോലും പറഞ്ഞു ഇത്ര ചൂട് അവിടെ എല്ലാം. ഈ ഒരു കടുത്ത ചൂട് നിശബ്ദമായി നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹീറ്റ് സ്ട്രോക്കും ജലദോഷവും ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന സമയമാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത്? തലകറക്കം, ക്ഷീണം, ഒരു കൺഫ്യൂഷനുള്ള അവസ്ഥ, യൂറിൻ കുറയുക, വരണ്ട വായ. എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? 2-2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ORS, കോക്കനട്ട് വെള്ളം ഒക്കെ ധാരാളം കഴിക്കുക. പിന്നെ 11 മണിൻ്റെയും 3 മണിൻ്റെ ഇടയിലുള്ള വെയിൽ കൊള്ളാതിരിക്കുക. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 70% വെള്ളമാണ്. അതിന് ഉണങ്ങിപ്പോകാൻ ഈ ചൂടിനെ കൊണ്ട് അനുവദിക്കാതിരിക്കുക. ഈ വേനൽക്കാലത്ത് കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയറിളക്കം. നമുക്കറിയാം, ഈ ചൂട് സമയത്ത് ഭക്ഷണങ്ങൾ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളൊക്കെയാണ്? ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വളരെ ദാഹിച്ച് വിശന്നിട്ടായിരിക്കും നമ്മൾ ഈ വേനൽക്കാലത്ത് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഫ്രഷായതും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കേടായതും പഴകിയതുമായിട്ട് കഴിക്കാതിരിക്കുക. ബോയിൽ ചെയ്ത ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുടിക്കുക. കൈയുടെ ശുചിത്വം, എവിടെ പുറത്തിറങ്ങി വന്നാലും കൈയുടെ ശുചിത്വം വളരെ പാലിക്കാൻ വേണ്ടി നോക്കുക. ഈച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് വേണ്ട. തൊലിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ വേനൽക്കാലത്ത് കാണുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം. ഞാനൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ട് കുറച്ച് ചൂട് കൊള്ളുമ്പോൾ തന്നെ ഇവിടെ ചൂടുകുരു പൊന്തി വരും. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വിയർപ്പും ചൂടും പല ചർമ്മരോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷനുകൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ തൊലിയെ നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ട് വെക്കുക. ധരിക്കുമ്പം ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി നോക്കുക. 2 പ്രാവശ്യം ദിവസം കുളിക്കുക. നമ്മുടെ വിയർപ്പിനെ നമ്മുടെ ജേം പാർട്ടിയാക്കാതിരിക്കുക. ഈ ഒരു കൊടും ചൂട് സമയത്ത് കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൂത്രപ്പഴുപ്പ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് ജലാംശം നമ്മൾ വേർത്ത് പോകുന്നൊരു സമയമാണ് വേനൽക്കാലം. അപ്പോൾ വെള്ളം കുറയുമ്പം മൂത്രശയമായിട്ട് ബന്ധപ്പെട്ട പല കിഡ്നി പ്രശ്നങ്ങളും ഇൻഫെക്ഷനൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരിക്കലും മൂത്രം പിടിച്ച് വെക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ചൂടുകാലത്ത് നമുക്ക് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പാമ്പ് കടിയും കീടങ്ങളൊക്കെ കടിക്കുക എന്നുള്ളത്. ഇവ കൂടുതൽ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെരുപ്പിട്ട് മാത്രം പുറത്തിറങ്ങാം. കൊതുകിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കൊതുക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വേനൽ അപകടകരമല്ല, നമ്മുടെ ജാഗ്രത കുറവാണ് അപകടകരമായി മാറുക.